നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയിലൊരു സംഭവം ഉണ്ടായി. ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലാണ്. ഫോക്കസ് ന്യൂസ് TV-യുടെ അവതാരകനും പിന്നെ ബസ് മുതലാളിയുമായ രാഹുൽ ഇരുമ്പൂഴി. അപ്പം ഈ രാഹുൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ജോയിൻ്റ് RTO ചമഞ്ഞിട്ട് ഒരാൾ അദ്ദേഹത്തിൻ്റെ ബസ്സിനകത്ത് കയറി. അത് കോട്ടയം ചങ്ങനാശ്ശേരി സ്റ്റാൻഡിൽ നിന്നാണ്. അപ്പം അവിടുന്ന് കണ്ടക്ടർ വിളിച്ചു. ആദ്യം പിന്നെ കണ്ടക്ടർ പിന്നെ ഇദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ജോയിൻ്റ് RTO ആണ്, കോട്ടയത്തുള്ളത് ഒരു സുനിൽ കുമാർ, അങ്ങനെ എന്തൊരു പേരാണ്, കോട്ടയത്ത് ജോയിൻ്റ് RTO ആണ്. അപ്പം കണ്ടക്ടറുടെ അടുത്തുനിന്ന് ഫോൺ വാങ്ങി ഇയാൾ വിളിക്കുകയാണ്, നിങ്ങൾ രാഹുലല്ലേ? അപ്പം ഈ ബസ്സിൻ്റെ മുതലാളിയല്ലേ? ഞാൻ കോട്ടയം ജോയിൻ്റ് RTO സുനിൽ കുമാറാണ്. എനിക്ക് എൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റി എൻ്റെ കൈ പൊട്ടിയിരിക്കുകയാണ്, കൈ ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. എനിക്ക് അർജൻറ്റായിട്ട് കുറച്ച് അത്യാവശ്യമായിട്ട് ഒരു ചെറിയ എമൗണ്ട് എന്തോ ചോദിച്ചു. 1000, 500 ആണോ 1000 ആണോ ഇനി 2000 ആണോന്ന് അറിയത്തില്ല. എന്തായാലും ഒരു ചെറിയ ആ റേഞ്ചിലൊരു ഇത് ചോദിച്ചപ്പം അപ്പോൾ ഇദ്ദേഹത്തിനൊരു സംശയം, ഈ രാഹുലിന്. അപ്പം എന്താ സാറിൻ്റെ പേരെന്താണ്, എവിടെയാണ്, കോട്ടയത്ത് വന്നിട്ട് എത്രയായി, എല്ലാ കാര്യവും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്നെ അറിയത്തില്ലേ, ഞാൻ നിങ്ങളെ ഒരു പ്രാവശ്യം ഇതിനു മുൻപ് കണ്ടിട്ടുണ്ട്, അപ്പോൾ നമ്മൾ തമ്മിൽ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്തോ ഒരു കാര്യം, ഈ രാഹുലിനെ ഇയാൾ ഹെൽപ്പ് ചെയ്ത കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവനെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഗജ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ കാണ്ട കാർത്ത് കരിക്കട്ട പോലെ ലേശം തടിയൊക്കെ ഉണ്ട്. അപ്പം രാഹുലിന് ഇദ്ദേഹത്തിന് സംശയം തോന്നി രാഹുലിന്. അപ്പോൾ രാഹുൽ പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചോദിച്ചതിനൊക്കെ സമാധാനം പറയുന്നുണ്ട്. അപ്പോൾ ഇവന് അർജൻറ്റ് കൂട്ടുവാണ്, ഇവന് കാശ് പോകണം. അപ്പോൾ രാഹുലിനൊരു സംശയം തോന്നി. അപ്പോൾ രാഹുൽ ചോദിച്ചു, നിങ്ങളെ ഈ എത്ര കാലം ഈ ഉടായിപ്പ് പരിപാടി തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു. അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന് പിന്നെ വർത്തമാനമൊന്നുമില്ല. പിന്നെ എങ്ങനെയാലും ബസ്സിൽ നിന്ന് ഇറങ്ങി മുങ്ങണമെന്നായി. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഇടപെടുകയും അത് വാർത്തയാക്കുകയും ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ നമ്മളെ ഒരു വിരുദ്ധൻ തട്ടിപ്പിന് ഇരയാക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു രസകരമായ സംഭവമാണ്. എന്താണെങ്കിലും ഭാഗ്യത്തിന് പണം നഷ്ടപ്പെട്ടില്ല. ഇന്നലെ ഉച്ചയ്ക്ക് എൻ്റെ ഒരു ബസ് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ കിടക്കുന്ന സമയത്ത് കണ്ടക്ടറുടെ ഒരു കോള് എനിക്ക് വരികയാണ്. ആ സമയത്ത് ഞാൻ സ്ഥലത്തില്ല. കണ്ടക്ടറുടെ ഫോൺ വരുന്നു. ഞാൻ ഫോൺ എടുത്ത സമയത്ത് അദ്ദേഹം പറഞ്ഞത്, ചേട്ടാ ജോയിൻ്റ് RTO വന്നിട്ടുണ്ട്, ചേട്ടനോട് സംസാരിക്കണമെന്ന് പറയുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. കണ്ടക്ടർ അദ്ദേഹത്തിൻ്റെ ഫോൺ ഈ ജോയിൻ്റ് RTOയ്ക്ക് കൊടുക്കുന്നു. അദ്ദേഹം ഫോൺ വാങ്ങിയ ഉടനെ എന്നോട് പറഞ്ഞു, ഞാൻ സുനിലാണ്, കോട്ടയം ജോയിൻ്റ് RTO ആണെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ആളെ പിടികിട്ടിയില്ല. അപ്പോൾ അദ്ദേഹം വളരെ സൗഹൃദമുള്ള രീതിയിൽ, മുൻ പരിചയമുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. തനിക്ക് എന്നെ മനസ്സിലായില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായില്ല. ആളെ പിടികിട്ടിയില്ലെങ്കിലും ഞാൻ എന്താണ് സാറേ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇന്ന് രാവിലെ ചങ്ങനാശ്ശേരി നഗരത്തിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം ഒന്ന് ആക്സിഡൻ്റായി, കൈക്ക് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമായിട്ടൊന്നുമില്ല, ക്യാഷായിട്ടൊന്നുമില്ല, ATM കാർഡും ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു 2000 രൂപ വേണം. ഈ ബസ്സിലെ കണ്ടക്ടറുടെ കയ്യിൽ നിന്ന് 2000 രൂപ ക്യാഷായിട്ട് വാങ്ങുകയാണ്. തനിക്ക് ഞാൻ അത് GPay ഇട്ട് തന്നേക്കാമെന്ന് പറഞ്ഞു. ഇത് തന്നെയല്ലേ GPay നമ്പർ എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ അത് തന്നെയാണ് നമ്പർ എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് എന്താണെങ്കിലും ഒരു സംശയം അപ്പോഴും അവിടെ തോന്നി. എന്നാൽ പണം മേടിച്ചുകൊണ്ട് പോകാൻ വേണ്ടി അദ്ദേഹം ധൃതി വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറിൻ്റെ പേരൊന്നുകൂടെ പറയുമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, സുനിൽ, കോട്ടയം ജോയിൻ്റ് RTO സുനിൽ. എന്നെ ഓർക്കുന്നില്ലേ, കഴിഞ്ഞ വർഷം ഞാൻ നിങ്ങളുടെ വണ്ടിയൊക്കെ ടെസ്റ്റ് തന്നിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു. അത്യാവശ്യം ജോയിൻ്റ് RTOമാരെയൊക്കെ നമുക്ക് ബന്ധമുള്ളവരാണ്. അപ്പോൾ അങ്ങനെ ഒരു പേരുള്ള ജോയിൻ്റ് RTO പെട്ടെന്ന് മനസ്സിലേക്ക് വന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, കോട്ടയം കളക്ട്രേറ്റിൻ്റെ അടുത്തുള്ള ഓഫീസിൽ വെച്ച് നമ്മൾ ഒരിക്കൽ പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർക്കുന്നില്ല എന്ന് ചോദിച്ചു. അതുകൂടായപ്പോൾ ഞാൻ സംഗതി ഉറപ്പിച്ചു, ഇത് തട്ടിപ്പാണെന്നുള്ള ഞാൻ ഉറപ്പിച്ചു. ഞാൻ ചോദിച്ചു, സാർ ഇപ്പോഴും കോട്ടയത്ത് തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം ഒരു ആത്മവിശ്വാസത്തോടു കൂടി, ഞാൻ ഇപ്പോഴും കോട്ടയത്ത് തന്നെ ഉണ്ട്, എത്ര നാളായി, നമ്മളൊക്കെ ഇപ്പോഴും കോട്ടയത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്തൊരു ചോദ്യം ചോദിച്ചു, സാറേ കോട്ടയത്ത് RTO ഇപ്പോൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അദ്ദേഹം അവിടെ പ്രതീക്ഷിച്ചില്ല. അപ്രതീക്ഷിതമായത് അങ്ങനെ ഒരു ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോഴേക്ക് അദ്ദേഹം ഒരു സെക്കൻഡ് ഒന്ന് മിണ്ടാതെ നിന്നു, ഒന്ന് പതറി. എന്നിട്ട് പെട്ടെന്ന് മറുപടി ഉണ്ട് കേട്ടോ, എല്ലാത്തിനും മറുപടി ഉണ്ട്. അത് നമ്മുടെ സെബാസ്റ്റ്യൻ സാറാണ്, പള്ളിക്കത്തോടുകാരൻ സെബാസ്റ്റ്യൻ സാറ് എന്ന് പറഞ്ഞു. സാറിനെ അറിയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സെബാസ്റ്റ്യൻ സാറിനെ എനിക്ക് അറിയത്തില്ല. സാർ എന്ന് വന്നു, അവിടെ എന്ന് ചാർജ് എടുത്തെന്ന് വെച്ചാൽ പറഞ്ഞു, സാറ് വന്നിട്ട് 3-3.5 മാസമായല്ലോ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാവുന്ന ആളാ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ട് പറഞ്ഞു, സഹോദര മേലാൽ ഇത്തിരി പണിയും കൊണ്ട് ഇറങ്ങൽ, വല്ല ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചായ എന്താ
ഞാൻ പറഞ്ഞെടോ കോട്ടയത്ത് RTO ഇല്ലാതായിട്ട് 6 മാസമായി. പത്തനംതിട്ട RTO ശ്യാം സാറിനാണ് കോട്ടയം ജില്ലയുടെ ചുമതല കൂടി നൽകിയിരിക്കുന്നത്. അപ്പം ഇത്രയും പണി കൊണ്ട് മേലാൽ ഇറങ്ങരുത് എന്ന് ഞാൻ പറയുകയും ഇയാൾ ഈ ഫോൺ കണ്ടക്ടറുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് സ്റ്റാൻഡിലൂടെ ഇറങ്ങി ഓടുകയായിരുന്നു. കണ്ടക്ടർ ഈ ഫോൺ മേടിച്ച് അയാളോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടയ്ക്ക് ഇവൻ ഓടി രക്ഷപ്പെട്ടു. കണ്ടക്ടർ പുറകെ ഓടിയെങ്കിലും ഇയാളെ കിട്ടിയില്ല. പുള്ളി ആൾത്തിരക്കിന് ഇടയിലേക്ക് എവിടേക്കോ ഓടി മറഞ്ഞു. എന്താണെങ്കിലും ആളെ കണ്ടെത്താൻ അല്ലെങ്കിൽ പിടികൂടാൻ സാധിച്ചില്ല. ഇതിനകത്ത് സാമ്പത്തികമായി എനിക്ക് നഷ്ടം ഉണ്ടാകാഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഇത് സംബന്ധിച്ച് നിയമപരമായി പോലീസിലോ മറ്റോ പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഞാൻ ഉടൻ തന്നെ യഥാർത്ഥത്തിലുള്ള കോട്ടയം ജോയിൻ്റ് RTOയെ ഫോണിൽ ബന്ധപ്പെടുകയും അദ്ദേഹത്തെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. ഇതുപോലെ താങ്കളുടെ പേരിൽ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇന്നലെ രാത്രി ഞാനൊരു സമൂഹ മാധ്യമങ്ങളിൽ സംബന്ധിച്ചൊരു പോസ്റ്റ് ഇട്ടു. ഈ തട്ടിപ്പുകാരൻ്റെ പടം, അതായത് ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ആ ഫോട്ടോ ഉൾപ്പെടെ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് കണ്ടതിന് ശേഷം ഇന്ന് കോട്ടയത്ത് നിന്ന് 2 ബസ് ഉടമകൾ എന്നെ വിളിച്ചു. സമാനമായ രീതിയിൽ തന്നെ അവർ തട്ടിപ്പിനിരയായി എന്നാണ് അവർ പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചയോ മറ്റോ 2 ബസ്സുകളിൽ ചെന്നിട്ട് ഒരു ബസ്സിൽ നിന്ന് 1300 രൂപ, മറ്റൊരു ബസ്സിൽ നിന്ന് 2000 രൂപ ഇതേ രീതിയിൽ ജോയിൻ കണ്ടല്ലോ. ഇതാണ് അന്ന് അവിടെ നടന്നത്. ഇത് ശരിക്കും അപ്പോൾ അയാളൊരു ഫോക്കസ് TV വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ അതുകൊണ്ട് തന്നെ അയാൾക്ക് തന്നെ കാര്യങ്ങൾ ഒരു ഇതൊക്കെ മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊന്നും RTO വന്നിട്ട് ഒരു പ്രൈവറ്റ് ബസ് തടഞ്ഞു നിർത്തിയില്ല. പ്രൈവറ്റ് ബസ്സിൽ കയറിയിട്ടൊന്നും കണ്ടക്ടറോട് പൈസ ചോദിക്കത്തില്ല. RTOയ്ക്ക് മാന്യം മര്യാദയ്ക്ക് ജീവിക്കാനുള്ള സാലറി ശമ്പളം കൊടുക്കുന്നുണ്ട് സർക്കാർ. പിന്നെ എന്തിനാ RTO ഇവരുടെ പുറകെ നടക്കണം, അതും പ്രൈവറ്റ് ബസ്സുകാരുടെ പുറകെ? KSRTC കയറാതെ തന്നെ പ്രൈവറ്റ് കയറാൻ കാരണം എന്താ? ആരുടെ അല്ലെങ്കിൽ എങ്ങനെയും കറക്കി തിരിച്ചു കഴിഞ്ഞാൽ സോപ്പിട്ട് കഴിഞ്ഞാൽ പൈസ കിട്ടും എന്നുള്ള അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RTO ആണെന്ന് RTOയുടെ രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാലും ലേശമൊന്നും. അപ്പം കണ്ടക്ടർക്ക് ഒരു സംശയം തോന്നി. കണ്ടക്ടർ വിളിച്ചതാണ്. കണ്ടക്ടർക്ക് അടുത്ത് ഇയാൾ ഫോൺ വാങ്ങിയിട്ട് ഇയാളെ വിളിക്കുന്നു, രാഹുലിനെ വിളിക്കുന്നു. അപ്പം പറഞ്ഞു, രാഹുലിന് ലാസ്റ്റ് മനസ്സിലായി സംഭവം എന്താണെന്ന് വെച്ചപ്പോൾ. പിന്നെ ഉടായ്പ പരിപാടി നടക്കരുത്, നിങ്ങൾ മാനമര്യാദയായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നു പറഞ്ഞു. പിന്നെ ഇദ്ദേഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ നിയമപരമായിട്ടൊന്നും നീങ്ങിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇവന് ബസ്സിൽ നിന്ന് ഇറങ്ങി ചാടി ഓടുന്നതാണ് പിന്നെ കണ്ടത്. അവന് കൈയൊന്നും അപ്പോൾ ഒരു പ്രശ്നമില്ല, ഒടിഞ്ഞ കൈ തൂക്കി പിടിച്ച് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ടാണ് ഓടുന്നത്. പിന്നെ ഇവൻ എവിടെ പോയി എന്നുള്ളത് കണ്ടിട്ടില്ല. അപ്പം ഈ രാഹുൽ കോട്ടയത്തോട്ട് വിളിച്ച് RTOയോട് പറയും, സാറിൻ്റെ പേരിൽ വൻ തട്ടിപ്പ് നടത്തുന്നുണ്ട്. എന്നിട്ട് ഈ സമാനമായ ഇവൻ്റെ ഈ പോസ്റ്റൊക്കെ പിന്നെ അപ്ലോഡ് ചെയ്തു, ഫേസ്ബുക്കിലോ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തപ്പം ഇതുപോലെ തന്നെ 2 പ്രൈവറ്റ് ബസ്സുകാർ ഇദ്ദേഹത്തെ വിളിച്ചു. ഈ രാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ ഈ RTOയുടെ രൂപത്തിലും പോലീസിൻ്റെ രൂപത്തിലും അല്ല വിജിലൻസിൻ്റെ രൂപത്തിലൊക്കെ, വിജിലൻസ് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ രൂപത്തിലൊക്കെ ചമഞ്ഞിട്ട് പൈസ തട്ടാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. RTOയ്ക്കൊന്നും ഒരു പ്രൈവറ്റ് ബസ്സിൻ്റെയും കാശ് RTO കാര്യമില്ലാതെ വാങ്ങത്തില്ല. പിന്നെ എന്തെങ്കിലും ഫൈനായിട്ട് എന്തെങ്കിലും വല്ല ലൈസൻസ് പിന്നെ എന്തെങ്കിലും സംബന്ധമായ പ്രശ്നമോ അല്ല കണ്ടക്ടർ ബസ് സംബന്ധമായ പ്രശ്നം അല്ല വണ്ടിയുടെ RC സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ RTO ഫൈൻ ഈടാക്കത്തുള്ളൂ. അതല്ലെങ്കിൽ അതിന് വേണ്ട നടപടി അപ്പോൾ സ്വീകരിക്കത്തുള്ളൂ. അല്ലാതെ ഇതുപോലൊന്നും കൈ തടഞ്ഞു നിർത്തിയിട്ടൊന്നും ഒരു RTOയും പോലീസുകാരും ഒന്നും അങ്ങനെ എൻ്റെ കൈ ഒടിഞ്ഞതാ അല്ല എനിക്ക് ഇത്ര പൈസ വേണമെന്നും പറഞ്ഞിട്ട് അപ്പോൾ തന്നെ മനസ്സിലാകുക ഇത് RTO അല്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ RTOയ്ക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവർ പ്രൈവറ്റ് ബസ്സുകാരോ അല്ലെങ്കിൽ KSRTCയിൽ കയറിയിട്ട് പൈസ പിരിക്കേണ്ട കാര്യമുണ്ടോ? അതല്ലേ ചെറിയ കാറുകാരൊക്കെ ഇവരെ തടഞ്ഞു നിർത്തുന്നത്. നമ്മൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഇവർ കൊള്ളയടിക്കാൻ നോക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വ്യാജ RTOമാരൊക്കെ ഒരുപാട് RTOകൾ അല്ലെങ്കിൽ വിജിലൻസിൻ്റെ രൂപത്തിലും പോലീസുകാരുടെ രൂപത്തിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കഴിഞ്ഞ കൊല്ലമാണെന്ന് തോന്നുന്നു വ്യാജ പോലീസിനെ തിരുവനന്തപുരത്ത് നിന്ന് പിടിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ വീഡിയോ അതിൻ്റെ പിടിക്കുന്ന അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന രംഗം നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ അത് വെറുതെ ഇങ്ങനെ ഇതേപോലെ തന്നെ സംസാരിച്ച് വിട്ടിട്ടുള്ളൂ. അപ്പം ഒറിജിനൽ SI വന്നപ്പോൾ പോലീസുകാരെ കണ്ടപ്പം ഈ പോലീസുകാരൻ ഈ SI വിറയ്ക്കാൻ തുടങ്ങിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതിനുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ. അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലമാണ് അതിൻ്റെ മുമ്പത്തെ കൊല്ലമാണെന്നുള്ള അറിയത്തില്ല, എറണാകുളത്ത് കളമശ്ശേരിയിൽ ബേക്കറി കയറിയിട്ട് പോലീസുകാരൻ ചമഞ്ഞ് അവിടുന്ന് പൈസ തൊട്ടാൻ നോക്കി. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ് കേരളത്തിലാണ് നടക്കുന്നതേ, വേറെ എവിടെയല്ല. മനസ്സിലായില്ല? കൊലയും നടക്കുന്നതും ആക്രമണം നടക്കുന്നതൊക്കെ ഇന്ന് കേരളത്തിലാണ്. ഇന്നിപ്പം കേരളം ഭ്രാന്താലയമായെന്ന് പറയുന്നത് ശരിയാണ്. അത് പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്ക് തന്നെയാണ്.
കാരണം ഇപ്പോൾ ദൈവത്തിൻ്റെ നാടല്ല, ഇപ്പോൾ ചെകുത്താൻ്റെ നാടാണ് ഇപ്പോൾ കോട്ടയം. കോട്ടയം എന്നല്ല, കേരളത്തിലെവിടെ, കേരളത്തിൻ്റെ സ്വന്തം നാട് അല്ല, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞത് കേരളത്തിലെവിടെ, കോട്ടയത്ത് മാത്രമല്ല. ഞാനിപ്പോൾ സംഭവം പറഞ്ഞപ്പോൾ കോട്ടയം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇത് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വ്യാജ ആർട്ടിഐമാരും ഒക്കെ ഇനി പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മൾ പാവമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഏത് രീതിയിലും ഭീഷണിപ്പെടുത്തി കാശ് തട്ടിക്കൊണ്ട് പോകാൻ നോക്കുന്നു മനസ്സിലായി കഴിഞ്ഞാൽ, എങ്ങനെ കിട്ടുമെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പുറകെ തന്നെ നടക്കും, ആർട്ടിഒ ആയിട്ടും ഒക്കെ ആയിട്ടും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, പ്രൈവറ്റ് ബസ്സുകാരും ശ്രദ്ധിക്കുക, KSRTC ശ്രദ്ധിക്കുക, അല്ലാതെ കാർ യാത്രക്കാരും ബൈക്ക് യാത്രക്കാരും ഒക്കെ ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിലിരിക്കുന്നവർ ശ്രദ്ധിക്കുക. അവിടെയും വരും ആർട്ടിഒ ആയിട്ടും ഇൻ്റലിജൻസ് ആയിട്ടും, അതല്ലെങ്കിൽ ഫുഡ് ഇൻസ്പെക്ടർ രൂപത്തിലൊക്കെ വരും. ഭക്ഷണം ശരിയാണോ എന്നൊക്കെ ശ്രദ്ധിക്കാനായിട്ട്, അല്ല അതിന് ഫൈൻ അടയ്ക്കാൻ അങ്ങനെയും വരും. ഇതിപ്പോൾ ഞാനിത് പറഞ്ഞതേ ഉള്ളൂ. ശരി, എന്നാൽ നിർത്തുന്നു. ഓക്കെ.